ശ്രീ ശിവൻ മഠത്തിൽ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, വളരെ യാദൃശ്ചികമായാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുമില്ലാതെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത് എന്ന് ആമുഖമായി പറയട്ടെ. ഹിന്ദിയിൽ ഒരു 2 വരിയുണ്ട്, ഖാനെ ഖാനെ പർ ലിഖാ ഹെ ഖാനെ വാലേ കാ നാം എന്ന്. അതായത് ഓരോ ധാന്യത്തിലും എഴുതിയിട്ടുണ്ട് അത് കഴിക്കേണ്ട ആളുടെ പേര് എന്ന്. ഇവിടെ സത്യത്തിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് ശ്രദ്ധേയനായ പാർലമെൻറ്റേറിയനായ ശ്രീ പ്രേമചന്ദ്രൻ ആണ്. അത് ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് ശ്രീമതി ബി സന്ധ്യയുമാണ്. എന്നാൽ ഇവിടെ അതെല്ലാം തകിടം മറിഞ്ഞ് വന്നിട്ട് ശ്രീമതി ബി സന്ധ്യ ഈ പുസ്തകം പ്രകാശനം ചെയ്യണമെന്നും ഞാൻ ഏറ്റുവാങ്ങണമെന്നും ഉള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ അന്നത്തിലും അത് കഴിക്കേണ്ടവൻ്റെ പേര് നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ശിരസിലൊരു പക്ഷേ എഴുതിയിട്ടുണ്ടാവാം, ഈ പുസ്തകം ഏറ്റുവാങ്ങേണ്ടത് പ്രഭാവർമ്മയാണ്. അതിനപ്പുറത്ത് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല സത്യത്തിൽ, ഈ ഒരു യാദൃശ്ചികത. എന്തായാലും ഈ യാദൃശ്ചികത എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം തരുന്ന ഒന്നാണ്. ഞാൻ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലുമായി നേരിട്ട് ബന്ധം ഉണ്ടായിട്ടുള്ള ആളല്ല. എന്നാൽ അദ്ദേഹം എഴുതുന്ന പ്രബന്ധങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ മനസ്സിൽ സ്വരൂപിച്ചിട്ടുള്ള ആളാണ്. അത് അദ്ദേഹത്തെ കണ്ടിട്ട് ആ ഒരു ഇംപ്രഷനിലോ അദ്ദേഹം പറയുന്ന എന്തെങ്കിലും കേട്ടിട്ട് അത് മനസ്സിലുണ്ടാക്കുന്ന ഒരു ധാരണയിലോ അല്ല ഞാൻ ശ്രീ ശിവൻ മഠത്തിനെ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിയമ പാണ്ഡിത്യം, അദ്ദേഹത്തിൻ്റെ പൊതു വിജ്ഞാനം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഏറെ മതിപ്പുള്ള മനസ്സോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളെല്ലാം തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നിട്ടുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നിട്ടുണ്ട്. ഞാൻ വളരെ കൗതുകത്തോടുകൂടി അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി അദ്ദേഹം എഴുതിയതൊക്കെ എന്നും വായിച്ചു പോന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കൃതി തയ്യാറാക്കുമ്പോൾ അത് ഏത് വിധത്തിലുള്ളതാകുമെന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു മുൻകൂർ ധാരണയൊക്കെ ഉണ്ട്. ഇവിടെയാകട്ടെ അദ്ദേഹത്തിൻ്റെ മൗലികമായ ചിന്തകൾ പ്രതിഫലിച്ച് നിൽക്കുന്ന ഒരു പുസ്തകമല്ല പ്രകാശിതമാവുന്നത് എന്ന് നിങ്ങൾക്കറിയാം. മഹാത്മാഗാന്ധിയുടെ ഭരണഘടനാ സങ്കല്പത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു കൃതി, ആ കൃതിയുടെ പരിഭാഷയാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ പരിഭാഷ നിർവഹിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സത്ത അങ്ങ് ചോർന്നു പോകും. വാട്ട് ഈസ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ഈസ് പോയട്രി എന്നൊരു ചൊല്ലുണ്ട്. പരിഭാഷയിൽ ചോർന്നു പോകുന്നത് എന്താണോ, നഷ്ടമായി പോകുന്നത് എന്താണോ കവിത എന്ന് പറയും. അതിന് ഒരു മറുപടിയായിട്ട് വാട്ട് സർവൈവ്സ് പോയട്രി ഈസ് ട്രാൻസ്ലേഷൻ, വാട്ട് സർവൈവ്സ് ട്രാൻസ്ലേഷൻ ഈസ് പോയട്രി എന്നൊരു മറുവാദവുമുണ്ട്. ഇവിടെ ശിവൻ മഠത്തിൻ്റെ കാര്യത്തിൽ ട്രാൻസ്ലേഷനിലൊന്നും ചോർന്നു പോയിട്ടുണ്ടാവില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ടറിയാം, നിയമം നന്നായിട്ടറിയാം, മഹാത്മാഗാന്ധിയുടെ ഭരണഘടനാ സങ്കല്പത്തെക്കുറിച്ചും നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പരിഭാഷയെ അതിജീവിക്കുന്ന വിധത്തിലുള്ള ഒരു ഗാന്ധി സത്ത, ഒരു ഗാന്ധി എന്ന വികാരം ഈ കൃതിയിൽ പ്രതിഫലിച്ച് നിൽക്കുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമേതുമില്ല. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഒരു പുസ്തകം ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു അവസ്ഥ നേരിടുന്നത്. മഹാത്മാഗാന്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ രോമാഞ്ചമുണ്ടാകും. എന്തുകൊണ്ടാണ് ആ രോമാഞ്ചം ഉണ്ടാകുന്നത്? നമ്മുടെ കൈവശമുള്ള മനസ്സിലാക്കലിൻ്റേതായ മുഴക്കോൽ കൊണ്ട് എത്രയേറെ അളന്നാലും ആ അളവുകളെയൊക്കെ അതിലംഘിച്ച് വളർന്നു നിൽക്കുന്ന ചില മഹത് വ്യക്തിത്വങ്ങളുണ്ട്. അത്തരം വ്യക്തിത്വങ്ങളുടെ നിലയിലാണ് മഹാത്മാഗാന്ധിയുടെ സ്ഥാനം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, മഹാത്മാഗാന്ധിക്ക് സമനായി ലോകത്ത് ചരിത്രത്തിൽ മഹാത്മാഗാന്ധി മാത്രമേ ഉള്ളൂ. ഈ ആധുനിക കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ എടുക്കുക. ഈ നൂറ്റാണ്ടുകളിൽ ഏതെങ്കിലും ഒരു വ്യക്തി മുൻകൈയെടുത്തൊരു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ പരമാധികാരിയായി മാറിയിട്ടുണ്ട് അവിടുത്തെ ആ സ്വാതന്ത്ര്യ സമരത്തെ, വിമോചന പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ള വ്യക്തിയെന്ന് കാണാൻ പറ്റും. ചൈനയിൽ മാവോ സേതുങ് അവിടുത്തെ വിപ്ലവം നയിച്ചു, മാവോ സേതുങ് അവിടുത്തെ ഭരണാധികാരിയായി. നോർത്ത് കൊറിയയിൽ കിം ഇൽ സുങ് അവിടുത്തെ വിപ്ലവം നയിച്ചു, അവിടെ കിം ഇൽ സുങ് അവിടുത്തെ അധികാരിയായി. ലെനിൻ സോവിയറ്റ് വിപ്ലവം നയിച്ചു, ലെനിൻ അവിടുത്തെ അധികാരിയായി. വിയറ്റ്നാമിൽ ഹോജിമിൻ നയിച്ചു, ഹോജിമിൻ അവിടുത്തെ അധികാരിയായി. ക്യൂബയിൽ കാസ്ട്രോ നയിച്ചു, കാസ്ട്രോ അവിടുത്തെ അധികാരിയായി. ഇങ്ങനെ ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക്, മോചനത്തിലേക്ക് നയിച്ച ശേഷം
അത് നൽകുന്ന അധികാരത്തിൽ നിന്ന് വഴിമാറി നടന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് മഹാത്മാഗാന്ധിയാണ് ലോകത്ത്. രണ്ടാമതൊരാളില്ല. എവിടെ എത്ര സൂക്ഷ്മമായിട്ട് ഏത് മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾക്ക് രണ്ടാമതൊരാളെ കാണാൻ പറ്റില്ല. ഈ അധികാരത്തിൻ്റെ ആർഭാടങ്ങളിൽ നിന്നെല്ലാം അകന്ന് ശൈലികളിലേക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് നീങ്ങിയ ഒരു മനുഷ്യൻ, വളരെ നിസ്വനായി ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്ത്യയെക്കുറിച്ച് വലിയൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ ഗാന്ധിജിയെക്കുറിച്ച് തന്നെ എയ്ഡ്സിനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കണം. അതായത് രക്തവും മാംസവും ചേർന്ന ശരീരത്തോടു കൂടി ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് അടുത്ത തലമുറകളോട് പറഞ്ഞാൽ ഒരു പക്ഷേ അവർ വിശ്വസിക്കുക പോലുമില്ല എന്ന്. അങ്ങനെയാണ് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞാൽ, ഗാന്ധിജിയുടെ ലാളിത്യമാർന്ന ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ, സുതാര്യ സ്വച്ഛമായ ആ ജീവിതചര്യകളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയും ജീവിക്കാമോ എന്ന് പുതിയ തലമുറ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വം. അതേസമയം ഏറ്റവും സമാധാനപരമായ ജീവിതം നയിച്ച ആൾ, ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്നതാണ് ഏറ്റവും അപകടകരമായ അന്ത്യത്തിലേക്ക് വഴിതെളിക്കുന്നത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ആളുമാണ്. എത്രയോ പീസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നോൺ വയലൻസിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഏറ്റവും വയലൻ്റായിട്ടുള്ള ഒരു ഡെത്തിന് വിധേയനാകേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ജീവിതം തന്നെ പാഠമാക്കി നമ്മുടെ വരും തലമുറകൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മനസ്സിൽ ഇന്ത്യയെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ കൺസെപ്റ്റിൽ നിന്നൊക്കെ ഇന്ത്യ എത്രയേറെ മാറി അകന്നകന്ന് പോയി എന്നുള്ളതിലേക്കൊന്നും കടക്കാനുള്ള സന്ദർഭമല്ല ഇത്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നുമില്ല. എന്നാൽ ഗാന്ധിജിക്ക് ഈ രാജ്യം ഉയർന്നു വരേണ്ടത്, വളർന്നു വരേണ്ടത് ഗ്രാമങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് എന്നും ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഹൃദയമാണെന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ ഗ്രാമങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നഗരങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്ന, ഏതാണ്ട് ലൂട്ടിങ് ദ ഹോൾ കൺട്രി ആൻഡ് നഴ്സിംഗ് ദ ക്യാപിറ്റൽ എന്ന് പറയാവുന്ന വിധത്തിൽ ഉള്ള റിസോഴ്സ് മൊബിലൈസേഷനും അതിൻ്റെ വിതരണവും നടക്കുന്ന ഒരു കാലത്ത് ഗാന്ധിജിക്കുള്ള പ്രസക്തി വളരെ വലുതാണ്. അതിനും അപ്പുറത്ത് ആലോചിച്ച് നോക്കിയാൽ ഈ ലിബറലൈസേഷൻ്റെ, ഉദാരവൽക്കരണത്തിൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെ ഒരു ക്രൂരകാലത്താണ് നമ്മൾ കഴിയുന്നത്. അത്തരമൊരു കാലഘട്ടത്തിൽ ഈ ഗ്ലോബലൈസേഷൻ്റെ വിപത്തുകൾക്ക്, വെല്ലുവിളികൾക്ക്, ഭീഷണികൾക്ക് ബദലായി വരിക എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും എൻ്റെ മനസ്സിൽ വരുന്നത് ഗാന്ധിയുടെ തത്വമാണ്. ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമാവുക, ജനങ്ങൾ ആ വാർഡിൽ, ആ ഗ്രാമത്തിൽ എന്തൊക്കെയാണോ അവർക്ക് ആവശ്യമുള്ളത് അതെല്ലാം അവിടെ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ സുഭിക്ഷ സുന്ദരമായി കഴിയുക. ആ വിധത്തിൽ ഉള്ള ഒരു സ്വരാജ്യത്തിലൂന്നിയ, സ്വാശ്രയത്വത്തിൽ ഊന്നിയ ഒരു രാഷ്ട്രസങ്കല്പം ഉണ്ടെങ്കിൽ ഗ്ലോബലൈസേഷന് പകരം വെക്കാൻ അതിന് അപ്പുറമൊന്നുമില്ല. ഗ്ലോബലൈസേഷൻ്റെ വലിയൊരു തത്വം തന്നെ ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് എന്നാണ്. ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് എന്ന് ഗ്ലോബലൈസേഷൻ പറയുമ്പോൾ ദർ ഈസ് ആൻ ആൾട്ടർനേറ്റീവ് എന്ന് നമുക്ക് കാണിച്ചു തന്നു മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ രചനകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കൃതികൾ കൊണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഏത് വിധത്തിലുള്ളൊരു ഭരണഘടനയാണ് സ്വതന്ത്ര ഇന്ത്യക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളത് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് പോലും മുമ്പ് ആലോചിക്കുകയും വിഭജനത്തിനൊക്കെ മുമ്പ് തന്നെ ഇന്ത്യയുടെ ഒരു ഭരണഘടന ഏത് രൂപത്തിലാവണമെന്നത് സംബന്ധിച്ച ചിന്ത പങ്കുവയ്ക്കുകയും ഒരു വലിയ മനുഷ്യൻ അത് അടുത്തിരുന്ന് എഴുതിയെടുക്കുകയും ആ എഴുതിയെടുത്ത് ഒരു പുസ്തക രൂപത്തിലാക്കുകയും ആ പുസ്തക രൂപത്തിലുള്ള ഭരണഘടനാ സങ്കല്പം മാറുന്ന കാലത്ത് പ്രസക്തമാണ് എന്ന് പരിഭാഷയിലൂടെ ശ്രീ ശിവൻമഠത്തിൽ തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ കൈവശം എത്തിച്ചേരുന്ന പുസ്തകമാണിത്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റൂ. ഏതായാലും വലിയ ഒരു സംരംഭമാണ് ഇത്. വർത്തമാനകാലത്തിൻ്റെ പ്രസക്തി ഏറെയാണ്. വരും കാലത്തും ഈ ഗാന്ധിയൻ തത്വങ്ങളിൽ, ദർശനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള നീക്കങ്ങൾക്ക് വലിയ സാങ്കത്യവും പ്രസക്തിയുമാണ് ഉള്ളത്. അതിനൊക്കെ വഴിവെക്കുന്ന വിധത്തിൽ നമ്മുടെ ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കാൻ പോരുന്ന വിധത്തിലുള്ളൊരു കൃതി എഴുതിയതിന് ശ്രീ ശിവൻമഠത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ കൃതി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം വീണ്ടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.